ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഹരീഷ് ദേഷ്യത്തോടു കൂടി നീതുവിനോട് പറയുന്നു, മനുഷ്യൻ തീ പിടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഫോണിലെ കിന്നാരത്തിന് ഞാൻ മറുപടി പറയാൻ പോകുന്നത്. നിന്റെ ഫോണെന്ന് പറയുന്നത് എനിക്ക് ശരിക്കും ഒരു ടോർച്ചറാ. അത്യാവശ്യമായിട്ട് ഒരു ജോലിയുണ്ട്, പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാൽ അവൾക്ക് രാത്രി മൊത്തം കുത്തിക്കൊണ്ടിരിക്കണം. നിനക്ക് ഭ്രാന്ത, ഫോൺ ഭ്രാന്തി. രാത്രി 2 മണിയായാലും 3 മണിയായാലും മനുഷ്യനെ ഉറങ്ങാൻ വിടാത്ത നിനക്കൊക്കെ മുഴുവട്ട. അങ്ങനെ നീതുവിന്റെ നേരെ വിരൽ ചൂണ്ടി ഹരീഷ് പറയുന്നു, ദേ ഇതാണ് ഏർപ്പാടെങ്കിൽ ഇപ്പൊ പൊയ്ക്കോണം. ഇതൊന്നും എനിക്ക് സെറ്റാകുന്ന ഏർപ്പാടല്ല. ഒരു പ്രശ്നത്തിലാണെന്ന് പറഞ്ഞാൽ അതാദ്യം മനസ്സിലാക്കാൻ പറ്റണം. നീതു കണ്ണു നിറഞ്ഞ് ഹരീഷിനെ നോക്കുകയാണ്. എന്താ ആശാനെ ഇതെന്താ ടിറ്റോ ചോദിക്കുമ്പോൾ ഹരീഷ് ഉറക്കെ പറയുന്നു, ഓടി പോകാനാ നിന്നോട് പറഞ്ഞത്. അവൾ കരഞ്ഞുകൊണ്ട് നീതു പറയുകയാണ്, എനിക്കിത് വേണോടാ. അന്നേ എന്റെ അച്ഛൻ പറഞ്ഞതാ ആ മെക്കാനിക്കിനെ വിശ്വസിക്കരുതെന്ന്. ഞാൻ കേട്ടില്ല. നിന്റെ പിന്നാലെ ഒരു പട്ടിയെ പോലെ വന്നു ഞാൻ. പോടിയെന്ന് പറഞ്ഞ് ഹരീഷ് നീതുവിനെ അടിക്കാനായി സ്പാനർ എടുത്തോണ്ട് വരുമ്പോൾ കരഞ്ഞുകൊണ്ട് നീതു പറയുകയാണ്, എനിക്ക് മതിയായി. ഇപ്പൊ നീ എന്നെ അടിക്കാൻ സ്പാനർ എടുത്തോണ്ട് വരുന്നു. പോടാ, ഇനി ഞാൻ ഈ കടയിലേക്ക് വരില്ല. വന്നാ ചെരുപ്പെടുത്ത് തന്നെ അടിച്ചോ. അങ്ങനെ കരഞ്ഞുകൊണ്ട് നീതു അവിടുന്ന് പോവുകയാണ്. നീതുവിന്റെ വാക്കുകൾ ഓർത്ത് ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് ഹരീഷ്. പിന്നീട് കാണിക്കുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ് അവിനാഷ്. ഈ സമയം ഭക്ഷണവുമായി അവിടേക്ക് വരികയാണ് ചാന്ദിനി. ഇത് കണ്ട് സുഭാഷ് പറയുന്നു, അവിനാഷെ ഭക്ഷണം എത്തിയല്ലോ, ഞാനും എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് സുഭാഷും അവരുടെ ഒപ്പം ഭക്ഷണവുമായി അവിടേക്ക് വന്നിരിക്കുകയാണ്. ചാന്ദിനി പുഞ്ചിരിച്ച് സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, ഇന്ന് എന്താ ചാന്ദിനി, അത് ചോറും ചപ്പാത്തിയും ഒക്കെയാണോ? ചോറിന് ഹിന്ദിയില് ചാവൽ എന്നല്ലേ പറയുന്നത്, കറിക്ക് സബ്ജി എന്നല്ലേ പറയുന്നത്. അല്ല, സബ്ജ. അപ്പൊ അവിനാഷ് പറയുന്നു, അതെ ഭയ്യ. ചാന്ദിനി ഭയ്യയ്ക്കും കൊടുക്ക്. ചാന്ദിനി ഭക്ഷണം എടുത്ത് നീട്ടുമ്പോൾ സുഭാഷ് പറയുന്നു, വേണ്ട ചാന്ദിനി, ഞാൻ ഇന്ന് ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ലേ, ഇത് ഞാനുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു നോക്ക്. അവിനാഷിനെ ഒന്ന് നോക്കിയിട്ട് ചാന്ദിനി അത് വാങ്ങിച്ച് കുറച്ച് അവിനാഷിനെ എടുത്ത് കൊടുക്കുകയാണ്. ചാന്ദിനി ഹിന്ദിയിൽ സുഭാഷിന്റെ വീട്ടിൽ ലേഡീസ് ആരും ഇല്ലേ, സുഭാഷ് ആണോ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അവിനാഷ് പറയുന്നു, ഭയ്യയുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, പെണ്ണ് നോക്കുന്നുണ്ട്, ഉടനെ തന്നെ കല്യാണം നടക്കും. ഭയ്യയ്ക്ക് കുക്കിംഗ് ഒരുപാട് ഇഷ്ടമാ, അതുകൊണ്ടാ ദിവസവും ഭയ്യ തന്നെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. സുഭാഷ് ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു നോക്കി ചാന്ദിനി പറയുന്നു, ബഹുത്ത് അച്ചാ ഹെ. ഇതും ബഹുത്ത് അച്ചാന്ന് ചാന്ദിനി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു നോക്കിയിട്ട് സുഭാഷും പറയുകയാണ്. അപ്പൊ ചാന്ദിനി പറയുന്നു, ധന്യവാദ്. അപ്പൊ സുഭാഷ് പറയുകയാണ്, ധന്യവാദ്. ധന്യവാദ് എന്നാൽ ഹിന്ദിയില് നന്ദിയല്ലേ? ഞാൻ കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞത്? ഇനിയും കുറച്ചു നാള് ഇങ്ങനെ തന്നെ സംസാരിച്ചാൽ ഞാൻ നന്നായി ഹിന്ദി സംസാരിക്കാൻ തുടങ്ങും. ചാന്ദിനിക്ക് ഈ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? ചാന്ദിനി ഹിന്ദിയിൽ നല്ല സ്ഥലമാണെന്ന് പറയുമ്പോൾ സുഭാഷ് ചോദിക്കേണ്ട, ചൂട് കൂടുതലാണല്ലേ? അപ്പൊ ചാന്ദിനി, ഞങ്ങളുടെ സ്ഥലത്ത് ഇതിലും കൂടുതൽ ചൂടുണ്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവർ ഹിന്ദിയും മലയാളവും കലർന്ന് സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന നികേഷിന്റെ അരികിലേക്ക് വന്ന് നെറ്റിയിൽ തൊട്ട് നോക്കുകയാണ് നിധി. ചൂട് കൂടുതലാണല്ലോ എന്ന് പറഞ്ഞ് നിധി പനിയുടെ ഗുളിക നോക്കുന്നുവെങ്കിലും അവിടെ പനിയുടെ ഗുളികയില്ല. പുറത്തിരിക്കുന്ന ഭാസ്കരന്റെ അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, അച്ഛാ എനിക്കൊരു സഹായം ചെയ്തു തരുമോ? എന്താന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, ഗുളിക വാങ്ങിച്ചോണ്ട് വരുമോ? ഭാസ്കരൻ ചോദിക്കാണ്, ഗുളികയോ? എന്ത് ഗുളിക? ഞാൻ പറഞ്ഞാൽ വാങ്ങിച്ചോണ്ട് വരുമോ അതോ ഞാൻ എഴുതി തരണോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കാണ്, ഞാനെന്താ മോളെ ഡോക്ടറാണ്, നീ പറഞ്ഞാൽ ഉടനെ ഓർത്തു വെക്കാൻ എഴുതിത്താ. തുടർന്ന് മരുന്നിന്റെ പേര് എഴുതി കൊണ്ട് കൊടുക്കുകയാണ് നിധി. ആർക്കാ ഗുളികയെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, നികേഷിന് നല്ല പനിയുണ്ട്, അവനാ ഗുളിക, അകത്ത് കിടക്കുക. ശരി, ഞാൻ ഗുളിക വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്ന് പോവുകയാണ്. നിധി ചോദിക്കുന്നു, വീട്ടില് കോഫി പൗഡർ ഇല്ല, അതും കൂടി വാങ്ങിച്ചോണ്ട് വരുമോ? ശരി, വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് ഭാസ്കരൻ പോകാൻ തുടങ്ങുമ്പോൾ നിധി ചോദിക്കണം, കാശ് വേണ്ടേ? അപ്പൊ ഭാസ്കരൻ പറയുന്നു, കാശ് മോളുടെ കയ്യിൽ ഒരുപാടുണ്ടെങ്കിൽ മോളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടിലിട്, എന്റെ കാശുണ്ട്, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. തുടർന്ന് കോഫി പൗഡറും ഗുളികയും എല്ലാമായി ഭാസ്കരൻ വീട്ടിലേക്ക് വരുമ്പോൾ തുണി വിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നിധി. നിധിയുടെ കയ്യിലേക്ക് അത് കൊടുത്ത് ഒരു ചോക്ലേറ്റും കൊടുക്കുകയാണ് ഭാസ്കരൻ. നിധി സന്തോഷത്തോടു കൂടി ആ ചോക്ലേറ്റ് വാങ്ങുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതൊന്നുമല്ല, കടയിൽ ചില്ലറയില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് വാങ്ങിച്ചതാ. ശരി എന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, മോളെ പനി വന്നാൽ ഉടനെ ഗുളിക കൊടുക്കരുത്, ശരീരം തന്നെ പ്രതിരോധിച്ച് പനി മാറ്റും. ഈ ഭാസ്കരനൊക്കെ പനിക്ക് ഗുളിക കഴിച്ചിട്ട് എത്ര കാലമായെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് പനിയൊക്കെ വരും എന്ന് കരുതി ഗുളിക കഴിക്കരുത്, ഗുളിക കഴിച്ച് ശരീരം നശിപ്പിക്കരുത്. എന്നിട്ട് നിധി പറയുകയാണ്, ശരീരത്തിനോടൊക്കെ നല്ല സ്നേഹമാണല്ലോ, എന്നിട്ടാണോ ഡെയിലി കുടിക്കുന്നത്? അപ്പൊ ഭാസ്കരൻ പറയുന്നു, അതേപറ്റിയൊന്നും നീ സംസാരിക്കരുത്, ഡോണ്ട് ടോക്ക് അബൌട്ട് ദാറ്റ്. ഇതേപോലെ ആയിരുന്നു ഇവന്റെ അമ്മയും. ഇടയ്ക്കിടയ്ക്ക് പനി വരും, അവളുടെ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരാൻ 6 ദിവസം എടുക്കും. ആ 6 ദിവസത്തിൽ 4 ദിവസവും അവക്ക് പനി തന്നെയായിരുന്നു. നിധി ചോദിക്കുന്നു, അവരെ എവിടുന്നാ കൊണ്ടുവന്നേ? എവിടെയുണ്ട്? അത് വല്ലതും അച്ഛൻ അറിയുമോ? നിധി എന്ന് നോക്കിയിട്ട് ഭാസ്കരൻ പറയുന്നു, അവൾ എവിടെ ആയിരുന്നോ അവിടുന്ന് കൊണ്ടുവന്നു, അതിനിപ്പോ എന്താ? നിധി ചോദിക്കുന്നു, അച്ഛന് അവരുമായിട്ട് എങ്ങനെ പരിചയം? അപ്പൊ ഭാസ്കരൻ ചോദിക്കേണ്ട, അതറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാ? ഇത് കേട്ട് നിധി പറയുകയാണ്, ശരി അവരുടെ പേരെന്താ? ഭാസ്കരൻ ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു, ശരി അതെല്ലാം വിട്ടേര്, അവരിപ്പം ജീവിച്ചിരിപ്പുണ്ടോ? എവിടെ ഉള്ളത്? ഇവിടുന്ന് പോയെന്ന് മനസ്സിലായി
മനസ്സിലായി. അവരെവിടേക്കാ പോയത്, ഇപ്പൊ എവിടാ ഉള്ളത്, അതൊക്കെ അച്ഛൻ അറിയാമോ? ഭാസ്കരൻ ദേഷ്യത്തോടുകൂടി നിധിയെ നോക്കുമ്പോൾ പുഞ്ചിരിച്ച നിധി പറയുന്നു, പ്ലീസ് അവർക്ക് എന്താ പറ്റിയത് അത് മാത്രം ഒന്ന് പറ. ഭാസ്കരൻ ചോദിക്കാണ്, കഥ കേൾക്കാൻ മോക്ക് ഒരുപാട് ഇഷ്ടമാണോ? അപ്പൊ നിധി പറയുകയാണ്, അങ്ങനെയല്ല, ഒരു കാര്യം അറിഞ്ഞാൽ അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാകില്ലേ, അതുകൊണ്ടാ ചോദിച്ചത്. അവരിപ്പോ എവിടെയുണ്ട്? അപ്പൊ ഭാസ്കരൻ പറയുന്നു, ഒരു വാക്ക് പറഞ്ഞാൽ മതി, അത് വെച്ച് കഥ ചോദിക്കാൻ തുടങ്ങും. പറയാൻ പറ്റില്ല, ഗുളികയല്ലേ ചോദിച്ചത്, ഗുളിക വാങ്ങിച്ചു തന്നല്ലോ, അത്രേ ഉള്ളൂ, ഇനി എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല, കേറിപ്പോ. ഇത് കേട്ട് നിധി പറയുകയാണ്, ഈ കഥ ഒരു ദിവസം ഉറപ്പായും അച്ഛൻ തന്നെ പറയും എന്നോട്, അതറിയാതെ ഞാൻ വിടില്ല. ഒരു ദിവസം ഇരുന്ന് എന്നോട് എല്ലാ കഥയും പറയും, ഞാനും എല്ലാ സത്യങ്ങളും അറിയും. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ ഭാസ്കരൻ മറിച്ചിൽ പറയുകയാണ്, എന്താ ഇവളിങ്ങനെ അത് തന്നെ കുത്തി കുത്തി ചോദിക്കുന്നത്? പിന്നീട് കാണിക്കുന്നത് നിധി കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏട്ടത്തിന്ന് വിളിച്ച് ഹോളിലേക്ക് വരികയാണ് നികേഷ്. അപ്പൊ നിധി പറയുന്നു, നീ എഴുന്നേറ്റോ, ഗുളിക അഴിച്ചതിന് ശേഷം ചൂട് കുറവുണ്ടെന്ന് തോന്നുവല്ലേ? ഇപ്പൊ ചൂടില്ലാന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഞാനിപ്പോ നിനക്ക് കോഫി കൊണ്ടുവരാം. അങ്ങനെ കോഫിയുമായി അരികിലേക്ക് വന്ന നിധി നികേഷിന്റെ നെറ്റിയിലൊക്കെ തൊട്ട് നോക്കുകയാണ്. ഈ സമയം വീട്ടിലേക്ക് വരികയാണ് നീതു. സന്തോഷത്തോടു കൂടി നീതുവിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, അകത്തേക്ക് വാ നീതു, ഹരീഷ് ഉണ്ടോ എന്ന് നീതു ചോദിക്കുമ്പോൾ നിധി പറയുന്നു, ഇല്ല, അകത്തേക്ക് വാ. നീതു അകത്തേക്ക് കയറി വരുമ്പോൾ നിധി പറയുന്നു, ഇരിക്ക്. നികേഷ് ഹായ് പറയുമ്പോൾ നികേഷിനോട് ഹായ് പറഞ്ഞ് നീതു ചോദിക്കുന്നു, ചേച്ചിക്ക് ഞാൻ ആരാണെന്ന് അറിയാലോ അല്ലെ? അപ്പൊ നിധി പറയുകയാണ്, അറിയാം, നീതു അല്ലേ, ഞാൻ കോഫി എടുക്കട്ടെ? ശരി എന്ന് നീതു പറയുമ്പോൾ കോഫി എടുക്കാനായി അടുക്കളയിലേക്ക് പോവുകയാണ് നിധി. നീതു ചോദിക്കുന്നു, എന്താ നികേഷ്, നിനക്ക് വയ്യായോ, ഡള്ളായിട്ടിരിക്കുന്നു? അപ്പൊ നികേഷ് പറയുകയാണ്, പനിയുണ്ട്. ഗുളിക കഴിച്ചോന്ന് നീതു ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നു, ഗുളികയൊക്കെ കഴിച്ചു, എങ്കിലും ഒരു ക്ഷീണമുണ്ട്. നിധി നീതുവിന് കോഫി കൊണ്ട് കൊടുക്കുകയാണ്. സന്തോഷത്തോടു കൂടി അത് വാങ്ങിച്ചു കുടിക്കുന്ന നീതു ചോദിക്കുന്നു, ചേച്ചിക്ക് സുഖമാണോ? അപ്പൊ നിധി പറയുകയാണ്, എനിക്ക് സുഖ. നീതുവിന് സുഖമല്ലേ? ഓക്കെ എന്ന് നീതു പറയുമ്പോൾ നികേഷ് ചോദിക്കുന്നു, എന്തു പറ്റി, വീണ്ടും ഹരീഷ് ചേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കിയോ? അപ്പൊ നീതു ചോദിക്കാണ്, എന്താ ഞാൻ വരുന്നത് നിന്റെ ചേട്ടനോട് വഴക്കിട്ടിട്ടാണോ? അപ്പൊ നികേഷ് പറയുന്നു, ചുമ്മാ ചോദിച്ചതാ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നത് ഹരീഷ് ചേട്ടന്റെ പേരിൽ കംപ്ലൈന്റ് വരാനല്ലേ? നിധി ചോദിക്കുന്നു, വീണ്ടും പ്രശ്നമൊന്നുമില്ലല്ലോ? നീതു ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി വീട്ടിലേക്ക് പോയപ്പോൾ ഹരീഷ് ചേട്ടൻ 24 മണിക്കൂറും നീതുവിനോട് സംസാരിക്കുകയായിരുന്നു. ഇത് കേട്ട് നീതു പറയുകയാണ്, അതെ, 24 മണിക്കൂറും ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. നീയാണോ അപ്പൊ കണ്ടുവച്ചത്? ഇത് കേട്ട് നികേഷ് പറയുകയാണ്, ഞാനെന്തിനാ കണ്ടുവെക്കുന്നത്, ഞാനങ്ങും കണ്ടുവച്ചിട്ടില്ല. അപ്പൊ നീതു പറയുകയാണ്, അങ്ങനെയൊന്നും അല്ല ചേച്ചി, ഇവന്റെ ചേട്ടൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സംസാരം നിർത്തി. ഒരാഴ്ച എന്നോട് നല്ല രീതിയിൽ സംസാരിച്ചതാ, ഇപ്പൊ സംസാരിക്കാറേ ഇല്ല. നന്നായിട്ട് സംസാരിച്ചിട്ട് പെട്ടെന്ന് സംസാരിക്കാതായാൽ വിഷമമാകില്ലേ? എന്നോട് സംസാരിച്ചിട്ടാ ദിവസവും ഹരീഷ് ഉറങ്ങുന്നത്. 2 ദിവസത്തിന് മുമ്പ് ഞാൻ വിളിച്ചപ്പോൾ കോള് കട്ട് ചെയ്ത് വിടുക. ഞാനും വിട്ടില്ല, വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരുന്നു. ഫോൺ എടുത്ത് എന്നെ വഴക്ക് പറഞ്ഞിട്ട് ഓഫ് ചെയ്തു. അടുത്ത ദിവസം പോലും ഫോൺ ഓൺ ചെയ്തില്ല. കടയിൽ ചെന്നപ്പോൾ അവിടെയും ഹരീഷ് ഇല്ല. ഇന്ന് ഞാൻ അവനെ അന്വേഷിച്ച് മെക്കാനിക് ഷോപ്പിൽ ചെന്നപ്പോൾ ഒന്നും അറിയാത്തതുപോലെ അവിടെ ഇരുന്ന് സ്കൂട്ടർ റിപ്പയർ ചെയ്യുന്നു. എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ദേഷ്യപ്പെടുകയായിരുന്നു. 2 ദിവസമായിട്ട് എവിടായിരുന്നു എന്തായിരുന്നു എന്നൊന്നും അറിയാതെ ഞാൻ ഒരുപാട് വിഷമിച്ചില്ലേ? അതൊന്നും മനസ്സിലാക്കാതെ എന്നെ വഴക്ക് പറഞ്ഞ് എന്നെ ഇനിയും കാണാൻ വരരുതെന്ന് പറഞ്ഞു. അത്രയ്ക്ക് എന്നെ ഇഷ്ടമില്ലാത്ത രീതിയിലാകാൻ ഞാൻ എന്ത് ചെയ്തിട്ടാ? ഇത് കേട്ട് നികേഷ് ചോദിക്കണ, അപ്പൊ അന്ന് ഹരീഷ് ഏട്ടന്റെ ഫോണിലേക്ക് അത്രയും വിളിച്ചത് നീതു ആയിരുന്നോ? ഏട്ടത്തി, അന്ന് രാത്രി ഞങ്ങള് തക്കലയിലേക്ക് വന്നില്ലേ, അന്ന് ഹരീഷ് ഏട്ടന് ഫോണോട് ഫോൺ. തക്കലയ്ക്ക് പോയിരുന്നോന്ന് നീതു ചോദിക്കുമ്പോൾ നിധി ചോദിക്കാണ്, വീട്ടിൽ നടന്ന പ്രശ്നങ്ങളൊന്നും ഹരീഷ് നീതുവിനോട് പറഞ്ഞില്ലേ? എന്ത് പ്രശ്നമെന്ന് നീതു ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഞാനും സുധീഷും എന്റെ അച്ഛന്റെ ഒപ്പം വീട്ടിലേക്ക് പോയായിരുന്നു. അവിടെ തടഞ്ഞുകൊണ്ട് നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി പറയണോ? അപ്പൊ നിധി പറയുകയാണ്, നീതു ഹരീഷിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയല്ലേ, ഹരീഷ് ഒന്നും പറഞ്ഞില്ലേ? നീതു പറയുകയാണ്, ഇല്ല, 2 ദിവസത്തിന് ശേഷം ഇന്നാ ഞാൻ ഹരീഷിനെ കണ്ടത്. കണ്ട ഉടനെ എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. അപ്പൊ നിധി പറയുകയാണ്, ആക്ച്വലി എന്റെ വീട്ടില് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ അച്ഛനും ഞങ്ങളും കൂടി വലിയ പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് വീട്ടിലെല്ലാവരും ടെൻഷനിലായിരുന്നു. ഇതെനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. എന്റെ അച്ഛൻ സുധീഷിനെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ എന്റെ മുന്നിൽ നാടകം കളിച്ചു. സുധീഷ് എവിടെ പോയെന്നറിയാതെ ഇവരെല്ലാവരും വലിയ ടെൻഷനിലായിരുന്നു. സുധീഷിനെ അന്വേഷിച്ചാണ് ഹരീഷും നികേഷും സുഭാഷേട്ടനും എല്ലാം തക്കലയിലേക്ക് വന്നത്. ഇവര് വന്നതുകൊണ്ടാണ് സുധീഷിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ നികേഷ് പറയുകയാണ്, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട സുധീഷ് ഏട്ടനെ കണ്ടെത്തിയത്. ഇത് കേട്ട് നീതു പറയുകയാണ്, അയ്യോ, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഹരീഷ് എന്നോട് ഒന്നും പറഞ്ഞില്ല. നികേഷ് ചോദിക്കുന്നു, ഹരീഷ് ഏട്ടനെ കൊണ്ട് പറയാൻ സമ്മതിച്ചോ? നിധി പറയുകയാണ്, ഹരീഷിനെ തെറ്റിദ്ധരിക്കേണ്ട. വീട്ടിലെ പ്രശ്നങ്ങൾ കാരണമായിരിക്കും ഹരീഷിന് നീതുവിനോട് സംസാരിക്കാൻ കഴിയാതെ വന്നത്. ഈ 2 ദിവസം ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരാഴ്ച നന്നായി സംസാരിച്ചിട്ട് പിന്നെ സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിക്കേണ്ട ഹരീഷിനെ. ഹരീഷിന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഇത് കേട്ട് നീതു പറയുകയാണ്, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, സോറി. അപ്പൊ നിധി പറയുകയാണ്, സാരമില്ല നീതു, ഹരീഷിന്റെ ക്യാരക്ടർ നീതുവിന് അറിയാലോ, പെട്ടെന്ന് ഓപ്പൺ ആയിട്ടൊന്നും ആരോട് സംസാരിക്കില്ല. അപ്പൊ നീതു പറയുകയാണ്, അറിയാം, പക്ഷേ അവൻ 2 ദിവസം എന്നോട് സംസാരിച്ചില്ലല്ലോ, എനിക്ക് നല്ല ദേഷ്യം തോന്നി. അത് ദേഷ്യത്തില് കുറച്ച് ഓവറായി സംസാരിച്ചു. പുഞ്ചിരിച്ച് നിധി ചോദിക്കുന്നു, ഇപ്പൊ നീതു ഓക്കെ അല്ലേ? അപ്പോൾ നീതു പറയുകയാണ്, ഞാനിപ്പോ ഓക്കെയാ, ഇപ്പോഴല്ലേ എന്താ ഏതാന്നൊക്കെ അറിഞ്ഞത്. പിന്നെ ഈ കോഫിയില് ഇത്രയും കോഫി പൗഡർ ഒന്നും ഇടണ്ട, നല്ല കയ്പുണ്ട്. നികേഷ് പറയുകയാണ്,
കേട്ടില്ലേ? അപ്പൊ നീതു പറയുകയാണ്, അടുത്ത പ്രാവശ്യം വരുമ്പോൾ എങ്ങനെയാണ് നല്ലൊരു കോഫി ഉണ്ടാക്കണ്ടേന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് കേട്ട് നിധി തലയാട്ടുമ്പോൾ നീതു പറയുകയാണ്, എടാ നികേഷ് ഇതവിടെ വെക്കടാ. അങ്ങനെ നികേഷിന്റെ കയ്യിലേക്ക് ഗ്ലാസ് കൊടുത്ത് ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് നീതു അവിടെ വന്ന് പോവുകയാണ്. നികേഷ് പറയുന്നു, അഹങ്കാരം കണ്ടില്ല ഏട്ടത്തി. ഹരീഷ് ഏട്ടൻ നീതുവിനോട് ദേഷ്യപ്പെടാതിരിക്കൂ, നീ അത് വിടടാന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി കോഫി സൂപ്പർ ആയിട്ടുണ്ട്. നീതി പുഞ്ചിരിച്ച് നികേഷിനെ നോക്കുകയാണ്. തുടർന്ന് രാത്രി നികേഷ് പുറത്തിരിക്കുമ്പോൾ വെള്ളവുമായി അരികിലേക്ക് വരികയാണ് നിധി. അവർ ഭാസ്കരന്റെ കാര്യം സംസാരിക്കുന്നു. നികേഷ് ഭാസ്കരനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ നിധി പറയുകയാണ്, നിങ്ങൾ പറയുന്നത് പോലെ അത്ര വലിയ വില്ലനാണ് അച്ഛനെന്ന് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. അപ്പൊ നികേഷ് പറയുകയാണ്, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായി പോയതേ അയാള് കാരണം. ഇത് കേട്ട് നിധി പറയുന്നു, ശരി നീ വെള്ളം കുടിക്ക, പനിയുള്ളപ്പോൾ നന്നായി വെള്ളം കുടിക്കേണ്ടതാ. അങ്ങനെ നികേഷിനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുകയാണ് നിധി. ഈ സമയം അവിടേക്ക് വരികയാണ് സുഭാഷും ഹരീഷും. നികേഷ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് അവർ നികേഷിന്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. നെറ്റിയിൽ തൊട്ടു നോക്കി സുഭാഷ് പറയുകയാണ്, പനി കുറവുണ്ട്. അപ്പൊ നികേഷ് പറയുകയാണ്, പനി കുറവുണ്ട് സുഭാഷ് ഏട്ടാ, ഏട്ടത്തി ഗുളിക മേടിച്ച് തന്നായിരുന്നു, ഇന്ന് ഫുൾ ഡേ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. നിധി ഫോൺ എടുക്കാനായി പോകുമ്പോൾ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഞാൻ സത്യ പറഞ്ഞത്, ഏട്ടത്തി എന്നെ നന്നായി നോക്കി, കൃത്യസമയത്ത് ഭക്ഷണം, വെള്ളം, മരുന്ന്, ഉറങ്ങി എഴുന്നേറ്റുണ്ടെ കോഫി, ഇടയ്ക്കിടയ്ക്ക് പനി കുറവുണ്ടോന്ന് നോക്കുകയും ചെയ്തു. ഇത് കേട്ട് പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, ശരിയടാ ഞാൻ പോയി കൈയും കാലം കഴുകിയിട്ട് വരാം. അങ്ങനെ സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, എന്താടാ ഏട്ടത്തി എന്നെ നന്നായി നോക്കിയല്ലോ? അപ്പോൾ നികേഷ് പറയുകയാണ്, അതെ ഹരീഷ് ഏട്ടാ, നമ്മളെ ആരും ഇങ്ങനെ നോക്കിയിട്ടില്ല, പനിയാണെങ്കിലും ഏട്ടത്തി അടുത്തുള്ളത് കൊണ്ട് എനിക്ക് സന്തോഷമായിരുന്നു. ഈ സമയം നിധി അവിടേക്ക് വരികയാണ്. ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തിക്ക് ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു അല്ലേ? എന്ത് ജോലി ഇതാ നിധി ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഇന്ന് മുഴുവൻ നികേഷിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വന്നില്ല ഏട്ടത്തിക്ക്. അതുമാത്രമല്ലല്ലോ ഏട്ടത്തിക്കും വേറെ ജോലികളൊക്കെ ഉള്ളതല്ലേ? ഇത് കേട്ട് നിധി പറയുന്നു, അതെ അതെ എനിക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, ഇപ്പൊ അതെല്ലാം ഷെയർ ചെയ്യുന്നുണ്ടോ? സുഭാഷേട്ടൻ വന്നായിരുന്നല്ലോ, എവിടെ പോയി? ഹരീഷ് പറയുകയാണ്, സുഭാഷേട്ടൻ കൈയും കാലം കഴുകിയിട്ട് വരാന്ന് പറഞ്ഞു പോയതാ. ചുറ്റും നോക്കിയിട്ട് നിധി ചോദിക്കുന്നു, നീതുമായിട്ട് വഴക്കിട്ടോ? ടെൻഷനോട് കൂടി ഹരീഷ് ചോദിക്കാണ്, ഏട്ടത്തി എങ്ങനെ അറിഞ്ഞു? നിധി പറയുകയാണ്, സാധാരണ പോലെ നീതു ഇവിടെ വന്ന് എല്ലാം പറഞ്ഞിട്ട് പോയി. അവൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച് നിധി ചോദിക്കാണ്, വീണ്ടും വഴക്കിട്ടോ? അപ്പൊ ഹരീഷ് പറയുകയാണ്, വഴക്കൊന്നും അല്ല ഏട്ടത്തി, അതെങ്ങനെ പറയണോന്ന് അറിയില്ല, തനിച്ചായിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചോദ്യങ്ങളാ, മറുപടി പറഞ്ഞ് മടുത്തു. ഇത് കേട്ട് നികേഷ് ചിരിക്കുമ്പോൾ നിധി പറയുകയാണ്, പ്രശ്നങ്ങൾക്കിടയിൽ ഹരീഷ് എന്തിനാ നീതുവിന്റെ ഫോൺ എടുക്കാതിരുന്നത്? ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് നീതുവിന് അറിയില്ലല്ലോ, അത് ഹരീഷ് പറഞ്ഞാലല്ലേ നീതു അറിയൂ. നമ്മളോട് നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് സംസാരിക്കാതായപ്പോൾ നീതുവിന് സംശയം തോന്നി, അത്രേ ഉള്ളൂ. അപ്പൊ ഹരീഷ് പറയുകയാണ്, എനിക്ക് പറയാൻ അവൾ ഒരു അവസരം തന്നില്ല, ടെൻഷനില് ഞാൻ എങ്ങനെ അതെല്ലാം പിന്നെ പറയുക, നാളെ സംസാരിക്കാന്ന് പറഞ്ഞു, അപ്പോഴും ദേഷ്യപ്പെടുന്നു. നിധി പറയുകയാണ്, സ്ത്രീകളൊക്കെ അങ്ങനെയാ, ഫോൺ എടുക്കാതിരിക്കുമ്പോൾ എന്നെ വേണ്ടാഞ്ഞിട്ടായിരിക്കും, എന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ദേഷ്യപ്പെടും. ഹരീഷിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞാനായിരുന്നെങ്കിലും നീതുവിനെ പോലെ തന്നെ ആയിരിക്കും റിയാക്ട് ചെയ്യുക. നീതുവിന്റെ സ്ഥാനത്ത് നിന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്, 2 ദിവസമായിട്ട് ഫോൺ സ്വിച്ച് ഓഫാ. എന്തുകൊണ്ടാണ് ഹരീഷ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തെന്നുള്ള കാരണവും നീതുവിന് അറിയില്ല. കാരണം അറിയാത്തത് കൊണ്ട് തന്നെ നീതു തന്നെ ഒരു കാരണം ആലോചിച്ച് കണ്ടുപിടിച്ച് ഹരീഷിനോട് ദേഷ്യപ്പെട്ടതാ. പ്രശ്നമൊന്നുമില്ല, നാളെ നീതു കടയിലേക്ക് വരുമ്പോൾ സമാധാനത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കണം. നികേഷ് ചോദിക്കുന്നു, എന്തിനാ ഏട്ടത്തി? ഏട്ടത്തി തന്നെ എല്ലാം നീതുവിനോട് പറഞ്ഞല്ലോ. ഹരീഷ് പറയുകയാണ്, ഇപ്പൊ തന്നെ ഏട്ടത്തിക്ക് ഇവിടെ ഒരുപാട് ജോലികളുണ്ട്, അതിനിടയിൽ നീതുവും വന്നു. സോറി ഏട്ടത്തി, നീതു ഇവിടെ വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത് കേട്ട് നിധി പറയുകയാണ്, അത് സാരമില്ല ഹരീഷേ, നീതു ഒരുപാട് വിഷമിച്ചു പോയി, അതാ ഇങ്ങോട്ട് വന്നത്, അതിനെ കുറിച്ചൊന്നും ഇനി നിങ്ങൾ ആലോചിക്കണ്ട, സന്തോഷമായിട്ട് സംസാരിക്കുക, ഇതൊക്കെ ഇതിലുള്ളതല്ലേ. ശരിയെന്ന് പറഞ്ഞ ഹരീഷ് അകത്തേക്ക് പോകുമ്പോൾ നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി എത്ര നാള് ഇവരുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കും? എപ്പോ പ്രശ്നം ഉണ്ടായാലും ഹരീഷ് ഏട്ടനെ പറ്റി നീതുവിനോടും നീതുവിനെ പറ്റി ഹരീഷ് ഏട്ടനോടും നല്ലത് മാത്രം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് തനിയെ മനസ്സിലാക്കി എടുത്തൂടെ? ഇത് കേട്ട് നിധി പറയുകണ, അതിനൊക്കെ സമയം എടുക്കും നികേഷ്, നീതു ഒരുപാട് സംസാരിക്കുന്ന കുട്ടിയാ, ഹരീഷ് നന്നായി സംസാരിക്കാത്ത ആളും, അതാ ഞാൻ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പൊ നികേഷ് പറയുകയാണ്, ഇവർ എത്ര കാലം റിലേഷൻഷിപ്പിലുണ്ടോ അത്രയും നാളും ഇവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഏട്ടത്തി നടക്കേണ്ടി വരും. എനിക്ക് അങ്ങനെ തോന്നുന്നത്, ഏട്ടത്തിക്ക് ടഫ് ജോബ് ആയിരിക്കും അത്. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ നികേഷും ചിരിച്ചുകൊണ്ട് നിധിയെ നോക്കുകയാണ്. തുടർന്ന് രാത്രി ഹരീഷിന്റെ ഫോണിലേക്ക് വിളിച്ച സുധീഷ് പറയുന്നു, എടാ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആകും, സുഭാഷ് ഏട്ടന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് എന്ന് വന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്റെ ഫോണിലേക്ക് വിളിച്ചത്. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, അങ്ങനെ പറ, അല്ലെങ്കിൽ എന്നെ അങ്ങനെ വിളിക്കാറൊന്നുമില്ലല്ലോ, എന്തു പറ്റി, ജോലിയുണ്ടോ? അപ്പൊ സുധീഷ് പറയുകയാണ്, അതേടാ ഒരു കസ്റ്റമറിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുക, എങ്ങനെയാണെങ്കിലും വരാൻ ലേറ്റ് ആകും, വാതിലടച്ച് കുറ്റിയിടണ്ട, അടച്ചാ മതി, കുറ്റിയെങ്ങാനും ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തു വന്ന് ബഹളം ഉണ്ടാക്കും, നിങ്ങൾ ആരും ഉറങ്ങില്ല. ഹരീഷ് ചോദിക്കാണ്, സുധീഷ് ഏട്ടാ എന്താ നമ്മുടെ വീടിന്റെ കഥ
വാതിൽ ലോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ സുധീഷ് പറയുകയാണ്, കൃത്യമായിട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി വാതിൽ ലോക്ക് ചെയ്താലോ? അതാ ഞാൻ നേരത്തെ വിളിച്ച് പറയുന്നത്. ശരി സുധീഷ് ഏട്ടാന്ന് ഹരീഷ് പറയുമ്പോൾ ഫോൺ കട്ട് ചെയ്യുകയാണ് സുധീഷ്. തുടർന്ന് സുഭാഷും നികേഷും നിധിയും സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുകയാണ്. സുഭാഷ് പറയുന്നു, സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. നിധി ചോദിക്കുന്നു, ദോശയല്ലേ ഇന്ന് വൈകിട്ട്? രാവിലെ വെച്ച സാമ്പാർ ഒരുപാട് ബാക്കിയുണ്ട്, അത് മതി ദോശയ്ക്ക് കറിയായിട്ട്. സുഭാഷ് ഏട്ടൻ വേറൊന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചില്ലേന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അങ്ങനെയല്ല സുഭാഷ് ഏട്ടാ, ഞങ്ങൾ നന്നായിട്ട് കഴിച്ചു. സുഭാഷ് ഏട്ടൻ ഇന്ന് ഒരുപാട് സാമ്പാർ ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ സുഭാഷ് പറയുകയാണ്, അത് സാരമില്ല, സാമ്പാറിന്റെ ഒപ്പം ചട്നിയും കൂടി ഉണ്ടാക്കാം. നികേഷിന് ചട്നി വലിയ ഇഷ്ടമാ. നിധി പറയുകയാണ്, അതൊന്നും വേണ്ട സുഭാഷ് ഏട്ടാ, അവന്റെ പനി മാറി വരുന്നതല്ലേ ഉള്ളൂ, ലൈറ്റ് ആയിട്ട് കഴിച്ചാൽ മതി. സാമ്പാർ മതി, ചമ്മന്തി ഒന്നും വേണ്ട. ഹരീഷ് നിനക്കും അത് തന്നെ മതിയോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, എനിക്ക് ഓക്കെയാ. അപ്പൊ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ എല്ലാവർക്കും ഉള്ള ഭക്ഷണം എടുത്തു, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. സുഭാഷ് അടുക്കളയിലേക്ക് പോയി ദോശ ഉണ്ടാക്കുമ്പോൾ നിധി സുധീഷ് വരുന്നത് കാത്തു നിൽക്കുകയാണ്. തുടർന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിധി പുറത്തേക്ക് നോക്കുകയാണ്. സുഭാഷ് ഏട്ടാ സുധീഷ് എന്താ വരാൻ വൈകുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷും ഹരീഷും നികേഷും വിശ്വസിക്കാനാകാതെ നിധിയെ നോക്കുകയാണ്. അപ്പൊ നിധി പറയുകയാണ്, സാധാരണ ഇത്രയും ലേറ്റ് ആകാറില്ലല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. അപ്പൊ ഹരീഷ് പറയുകയാണ്, എന്റെ ഫോൺ വിളിച്ച് വരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞു, ലേറ്റ് ആയാലും വരും ഓക്കെ എന്ന് പറഞ്ഞ് നിധി ഭക്ഷണം കഴിക്കുമ്പോൾ പുഞ്ചിരിച്ച് സുഭാഷിനെയും നികേഷിനെയും നോക്കുകയാണ് ഹരീഷ്. നിധി ചോദിക്കുന്നു, അപ്പൊ സുധീഷിന് രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം? അപ്പൊ നികേഷ് പറയുകയാണ്, ഏട്ടത്തി സുധീഷ് ഏട്ടൻ വിശന്നൊന്നും ഇരിക്കില്ല, പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കും. ശരിയെന്ന് പറഞ്ഞ് നിധി ടെൻഷനോടുകൂടി പുറത്തേക്ക് നോക്കിയിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും നിധിയെ ശ്രദ്ധിക്കുകയാണ്. സുഭാഷും ഹരീഷും നികേഷും സന്തോഷത്തോടുകൂടി സംസാരിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നിധി സുധീഷിനെ കുറിച്ച് ആലോചിച്ച് വിഷമത്തോടുകൂടി അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നുണ്ട്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്